ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇന്ന് കണ്ണൂർ കൂത്തുപറമ്പിൽ ഉണ്ടായത്. കൂത്തുപറമ്പ് MLA ആയ KP മോഹനനെ നാട്ടുകാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി വഴിയിൽ തടഞ്ഞു. കരിയാട് പ്രദേശത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് MLAയെ നാട്ടുകാർ വഴിയിൽ തടഞ്ഞത്. എന്നാൽ തന്നെ കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നും ചെറിയൊരു പ്രതിഷേധം മാത്രമാണ് തനിക്ക് നേരെ ഉണ്ടായത് എന്നും തനിക്ക് ഇക്കാര്യത്തിൽ ആർക്കെതിരെയും പരാതിയില്ല എന്നുമാണ് MLA ആവർത്തിച്ചു പറയുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ കയ്യേറ്റം ചെയ്യുക എന്നത് തീർത്തും അപലപനീയമായ കാര്യമാണ് എന്ന് പറയാതെ വയ്യ. പക്ഷേ എന്ത് സാഹചര്യമാണ് കയ്യേറ്റത്തിലേക്ക് വഴിവെച്ചത് എന്നുകൂടി ചിന്തിക്കണം. അതിലുപരി ഇടതുമുന്നണി ഭരണത്തോട് ജനങ്ങൾക്കുള്ള അമർഷമാണോ ഇത്തരത്തിൽ ഇടത് MLAയെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് എത്തിച്ചത് എന്ന കാര്യവും ചിന്തനീയമാണ്. കണ്ണൂർ ചൊക്ലി കരിയാട്ടെ ഒരു ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലത്തെ ചൊല്ലിയായിരുന്നു പ്രതിഷേധം. കരിയാട്ടെ പെരിങ്ങത്തൂരിൽ അങ്കണവാടി ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു കയ്യേറ്റ ശ്രമം. അങ്കണവാടി ഉദ്ഘാടനത്തിന് പോകുകയായിരുന്ന MLAയെ കാറിൽ നിന്നിറങ്ങി നടന്നെത്തിയതും ജനങ്ങൾ തടഞ്ഞു. പ്രതിഷേധക്കാർക്ക് നടുവിലൂടെ MLA നടന്നു പോകാൻ ശ്രമിച്ചു. പോലീസോ പാർട്ടിക്കാരോ ഒന്നും MLAക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഈ സമയം പ്രദേശത്തെ ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നതിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്ന നാട്ടുകാർ MLAയെ തടയുകയും മാലിന്യ പ്രശ്നം സംസാരിച്ചിട്ട് പോയാൽ മതിയെന്ന് നിലപാടെടുക്കുകയും ചെയ്തു. മാലിന്യ പ്രശ്നം അറിയിച്ചിട്ടും MLA വേണ്ട വിധം ഗൗരവത്തിൽ വിഷയം പരിഗണിച്ചില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഏകദേശം 2 വർഷത്തിലധികമായി കരിയാട്ടെ തണൽ ഡയാലിസിസ് സെന്ററിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭം നയിക്കുന്നുണ്ട്. രക്തമടക്കമുള്ള മലിനജലം ഡയാലിസിസ് സെന്ററിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് തള്ളുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം പ്രദേശത്തെ കിണറുകളും ജലസ്രോതസ്സുകളും മലിനമാകുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. 2 വർഷത്തോളമായി ഡയാലിസിസ് സെന്റർ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തുടക്കം മുതൽ ഇവിടെ മലിനജല പ്രശ്നം രൂക്ഷമാണ്. ഇക്കാര്യത്തിൽ MLAയ്ക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു. ഇതോടെയാണ് നാട്ടുകാർ MLAയെ തടയാനുള്ള തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ തന്നെ തടഞ്ഞു നിർത്തി വിഷയം സംസാരിക്കുക മാത്രമാണ് നാട്ടുകാർ ചെയ്തത് എന്നാണ് KP മോഹനൻ MLA പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാതി നൽകിയിട്ടുമില്ല. ചൊക്ലി പോലീസ് MLAയെ നേരിട്ട് കണ്ടുവെങ്കിലും പരാതി ഇല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതേസമയം കയ്യേറ്റം അംഗീകരിക്കില്ല എന്ന് RJD വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും അപലപിക്കപ്പെടേണ്ട സംഗതിയാണ് MLAക്കെതിരായ കയ്യേറ്റം. അതേസമയം കയ്യേറ്റം ചെയ്യപ്പെട്ടത് ഒരു ഇടതുപക്ഷ MLAയാണ്. ഒരു മുൻ മന്ത്രിയുടെ മകനാണ്, മുൻ മന്ത്രി കൂടിയാണ്. അത്തരം ഒരാൾക്ക് പോലും പ്രതിഷേധക്കാരിൽ നിന്ന് രക്ഷയില്ല എങ്കിൽ ഒരു ഇടത് MLA കയ്യേറ്റം ചെയ്യപ്പെട്ടുവെങ്കിൽ അതിന് കാരണം ഭരണവർഗത്തോടുള്ള അമർഷമാണോ എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കഴിഞ്ഞ 9 വർഷത്തെ ഇടത് ഭരണം നാടിനെ ഏതെല്ലാം രീതിയിൽ മാറ്റിമറിച്ചു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. ഒരു ഭരണപക്ഷ MLA തെരുവിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾക്ക് സർക്കാരിലും ആ MLAയിലും വിശ്വാസം ഇല്ലാതായി എന്നല്ലേ? മാലിന്യ പ്രശ്നം നാട്ടുകാർ അറിയിച്ചിട്ടും പ്രതിഷേധത്തെ വേണ്ട വിധം MLA പരിഗണിച്ചില്ല എന്നതാണ് തർക്കത്തിന് ഇടയാക്കിയത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ 3 മാസം മുൻപാണ് ഈ വിഷയം തന്റെ പരിഗണനയ്ക്കായി എത്തിയത് എന്നും അന്നു മുതൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് എന്നും MLA പറയുന്നുണ്ട്. വിഷയം ഇരുന്ന് സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ സംസാരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ നോർമലൈസ് ചെയ്യുകയാണ് MLA. പക്ഷേ അത്രയ്ക്ക് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ലല്ലോ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLAക്കെതിരായ കയ്യേറ്റം. തീർച്ചയായും LDFും അവരുടെ MLAമാരും ജനവിശ്വാസം പുനഃപരിശോധിക്കേണ്ട ഘട്ടം കൂടിയാണ് ഇത്.